ആകാശവാണി. തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് നെയ്യാറിൻ്റെ തീരത്തുള്ള ഒരു ചെറിയ സ്ഥലമാണ് നെയ്യാറ്റിങ്കര. പ്രസിദ്ധമായ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടാതെ 2 മഹാസംഗീത പ്രതിഭകളുടെ ജന്മം കൊണ്ടുകൂടി പ്രസിദ്ധമാണ് ഇവിടം. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സുഹൃത്തുക്കളായ സംഗീതജ്ഞരായിരുന്നു നെയ്യാറ്റിങ്കര വാസുദേവനും നെയ്യാറ്റിങ്കര MK മോഹനചന്ദ്രനും. 1939 ഒക്ടോബർ 11 ജനിച്ച നെയ്യാറ്റിങ്കര MK മോഹനചന്ദ്രൻ കേരള സർക്കാരിലെ ഉയർന്ന ഉദ്യോഗസ്ഥയായിരുന്ന മാതാവ് ആനന്ദവല്ലിയമ്മയുടെ പ്രേരണയും പ്രോത്സാഹനവും കൊണ്ട് നീണ്ട 14 വർഷങ്ങൾ തന്റെ സംഗീതാഭ്യാസനം നെയ്യാറ്റിങ്കര ഷൺമുഖം ഭാഗവതരിൽ നിന്നും സ്വായത്തമാക്കി. നിരവധി ത്രിമൂർത്തി കൃതികളും ചെറുപ്പത്തിൽ തന്നെ മോഹനചന്ദ്രൻ ഹൃദ്യസ്ഥമാക്കിയിരുന്നു. ചിദംബരം അണ്ണാമലൈ സർവകലാശാലയിൽ സംഗീത വിഭാഗത്തിൽ BA ചേർന്ന മോഹനചന്ദ്രൻ പ്രസിദ്ധരായ MM ദണ്ഡപാണി ദേശികർ, TK രംഗാചാരി എന്നിവരുടെ കീഴിൽ വിദഗ്ധ ശിക്ഷണം നേടി. തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലെ കൃതികൾ ഗുരുനാഥന്മാർ പാടുമ്പോൾ മലയാളത്തിൽ എഴുതി സ്വരപ്പെടുത്തുകയായിരുന്നു ആദ്യകാലങ്ങളിൽ അദ്ദേഹം ചെയ്തിരുന്നത്. ശേഷം കാലക്രമേണ ഭാഷകൾ സ്വായത്തമാക്കി ഒരു ബഹുഭാഷാ വിദഗ്ധനാവുകയും ചെയ്തു. അന്യഭാഷാ കൃതികൾ പാടുമ്പോൾ ഭാഷയറിഞ്ഞ് അർത്ഥം മനസ്സിലാക്കി പാടണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. സരസിജനാഭ നിൻചരണ സേവയാധന്യതരയമായി ജന്മമഹോ. സരസിജനാഭ നിൻചരണ ജന്മമഹോ. സരസിജനാഭ നിൻചരണ സേവയാധന്യതരയമായി ജന്മമഹോ. BA പഠനത്തിനു ശേഷം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലെ സംഗീത വിഭാഗത്തിൽ ലെക്ചററായി ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് മൈസൂർ സർവകലാശാലയിൽ നിന്നും MA ബിരുദാനന്തര ബിരുദവും അദ്ദേഹം നേടി. കന്നഡ കൃതികൾ പാടുമ്പോൾ അർത്ഥം മനസ്സിലാക്കുവാൻ തന്റെ ഗുരുനാഥയായിരുന്ന ഗൗരി കുപ്പുസ്വാമിയുടെ സഹായത്തോടെ കന്നഡ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയും ചെയ്തു. ഡോക്ടർ M ബാലമുരളി കൃഷ്ണയുടെ ശിക്ഷണവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുമ്പോഴും പാടുമ്പോഴും അർത്ഥമറിഞ്ഞ് പാടിയാൽ കൃതികളുടെ ഭാവമൊന്ന് വേറെ തന്നെയാണ് എന്ന് സദാ പറഞ്ഞിരുന്ന ആ ഗായകൻ തന്റെ വിദ്യാർത്ഥികൾക്ക് അർത്ഥം പറഞ്ഞുകൊടുത്ത് കീർത്തനങ്ങൾ പഠിപ്പിക്കുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നു. കൂടാതെ പദച്ഛേദം ചെയ്യുന്നതിലും അദ്ദേഹം വളരെ ശ്രദ്ധാലുവായിരുന്നു. ഗായകനും അധ്യാപകനുമായിരുന്ന അദ്ദേഹം മികച്ച അധ്യാപകനും സംഗീതജ്ഞനുമായി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രസിദ്ധനായി. സംഗീതശാസ്ത്രത്തിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന മോഹനചന്ദ്രൻ അറിയപ്പെട്ടിരുന്നത് സംഗീത വിജ്ഞാനകോശം എന്നായിരുന്നു. ത്യാഗരാജ പഞ്ചരത്നം, കമലാംബ നവാവരണം തുടങ്ങി നിരവധി കൃതികൾ ശരിയായ രീതിയിൽ പാടുവാനും പഠിപ്പിക്കുവാനും അദ്ദേഹം അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നു. തിരുവനന്തപുരം വിമൻസ് കോളേജ് സംഗീത വിഭാഗം, പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് സംഗീത വിഭാഗം എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്ന അദ്ദേഹം കേരള സർവകലാശാല സംഗീത വിഭാഗം ഡീനായും മധുരൈ കാമരാജ് സർവകലാശാലയിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമായും പ്രവർത്തിച്ചതുകൂടാതെ കേരള സർവകലാശാലയിലും കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലും സേവനമനുഷ്ഠിച്ചു. തന്റെ ഹൃദയത്തോട് ചേർത്തുവെച്ച രാഗങ്ങളായ തോടി, നാട്ടക്കുറിഞ്ചി, വൃന്ദാവന സാരംഗ, ഷഡ്വിധ മാർഗിണി, ഊർമിക, നിരോഷ്ഠ, ഭുജംഗിണി കൂടാതെ മേളകർത്താ രാഗങ്ങളും പ്രചരിപ്പിക്കുന്നതിൽ മോഹനചന്ദ്രനുള്ള വൈഭവം ശ്ലാഘനീയമായിരുന്നു. പങ്കജാസനം രമേശൻ ഇങ്ങനന്ദവാഗനെ. പങ്കജാസനം രമേശൻ ഇങ്ങനന്ദവാഗനെ. പങ്കജാസനം
രമേശൻ ഇങ്ങനന്തവകനെ വാണിടും വിശേഷമിന്നു അന്ത ചൊല്വതെങ്ങനെ വാണിടും വിശേഷമിന്നു അന്ത ചൊല്വതെങ്ങനെ പങ്കജാസനം രമേശൻ ഇങ്ങനന്തവകനെ വാണിടും വിശേഷമിന്നു അന്ത മഹാരാജ സ്വാതി തിരുനാളിൻ്റെ പുഷ്പലതിക രാഗത്തിലെ ഭാവയെ ഗോപബാലം, ഭവപ്രിയ രാഗത്തിൽ മാമവാശ്രിത എന്നീ കൃതികൾക്ക് പ്രചുര പ്രചാരം നൽകിയത് മോഹനചന്ദ്രനായിരുന്നു. 4 ദശാബ്ദങ്ങളോളം ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും നിരവധി സംഗീത കച്ചേരികൾ നടത്തിയ നെയ്യാറ്റിൻകര മോഹനചന്ദ്രന് നിരവധി പ്രമുഖർ വയലിനിലും മൃദംഗത്തിലും പക്കമേളമൊരുക്കിയിട്ടുണ്ട്. ഡോക്ടർ ചാലക്കുടി നാരായണസ്വാമി, ഡോക്ടർ എം ചന്ദ്രശേഖരൻ, വി സുബ്രഹ്മണ്യം, നെടുമങ്ങാട് ശിവാനന്ദൻ, മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ, മാവേലിക്കര വേലുക്കുട്ടി നായർ, ഉമയാൾപുരം ശിവരാമൻ, കമലാകർ റാവു, ടി കെ മൂർത്തി, ടി വി ഗോപാലകൃഷ്ണൻ, തഞ്ചാവൂർ ഉപേന്ദ്രൻ, പാലക്കാട് രഘു തുടങ്ങിയ പ്രമുഖർ അവരിൽ ചിലർ മാത്രം. നീ പദമുലേ ഗതിയനി നൗമിതി നീലമേഘ ശ്യാമകൃഷ്ണനി പദമുലേ ഗതിയനി ശ്യാമകൃഷ്ണനി പദമുലേ ഗതിയനി നൗമിതി നീലമേഘ 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 ശ്യാമകൃഷ്ണനി പദമുലേ ഗതിയനി നൗമിതി. തൻ്റെ അഗാധ പാണ്ഡിത്യം കൊണ്ട് ഏവരുടെയും ശ്രദ്ധ നേടിയ ആ ഗായകൻ നിരവധി സോദാഹരണ പ്രഭാഷണങ്ങളും നടത്തി. ത്രിമൂർത്തി കൃതികളുടെ വൈഭവം, ത്യാഗരാജ കൃതികളിലെ സാഹിത്യശൈലി,
ദീക്ഷിതരുടെയും ശ്യാമശാസ്ത്രികളുടെയും കൃതികളിലെ വ്യത്യസ്ത ദേവീഭാവങ്ങൾ, സ്വാതി തിരുനാൾ കൃതികൾ എന്നീ വിഷയങ്ങളിൽ പല വിദ്വത് സദസ്സുകളിലും മോഹനചന്ദ്രൻ പ്രഭാഷണങ്ങൾ നടത്തി. ചെന്നൈ മ്യൂസിക് അക്കാദമിയുടെ MD രാമനാഥൻ പുരസ്കാരം, അണ്ണാമലൈ സർവകലാശാലയിലെ മഹാറാണി സേതു പാർവതിഭായി സ്വർണ്ണ മെഡൽ, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, തുളസീവന സംഗീത പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഒട്ടനവധി കൃതികളുടെ അപൂർവ ശേഖരമായിരുന്നു ആ ഗായകന്റെ വലിയ സ്വത്ത്. ത്രിമൂർത്തികളുടെ കൃതികൾ കൂടാതെ സ്വാതി തിരുനാൾ, പുരന്ദരദാസർ, പാപനാശം ശിവൻ, നീലകണ്ഠ ശിവൻ, മുത്തുതാണ്ഡവർ, MT രാമനാഥൻ, സ്വർണ്ണ വെങ്കടേശ ദീക്ഷിതർ, അംബുജം കൃഷ്ണ, സ്പെൻസർ വേണുഗോപാൽ, തുളസീവനം തുടങ്ങി പലരുടെയും 3000-ലധികം കൃതികൾ അദ്ദേഹം പഠിച്ച് പാടിയിരുന്നു. പരഭൂഷണം അണിയും ശ്രീഹരിതൻ തന്നൂരുജിയും വരഭൂഷണ അണിയും ശ്രീഹരിതൻ തന്നൂരുജിയും സുരനാരികൾ കണ്ടും ഹൃദി സരസം സുരനാരികൾ കണ്ടും ഹൃദി സരസം പഞ്ചസായക ജനകൻ പത്മനാഭൻ മുകുന്ദൻ അഞ്ജിതേ സിംഹാസനെ എഴുന്നരുളിടുന്നു ആർക്കും എപ്പോഴും സംഗീത സംബന്ധിയായ സംശയ നിവാരണത്തിന് എപ്പോഴും അദ്ദേഹം സന്നദ്ധനായിരുന്നു. അമേരിക്കയിലെ പിറ്റ്സ്ബർഗിലെ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സംഗീതോത്സവത്തിൽ 1997, 98, 99 എന്നീ വർഷങ്ങളിൽ നെയ്യാറ്റിൻകര മോഹനചന്ദ്രൻ പങ്കെടുക്കുകയും സംഗീത പാഠങ്ങൾ നൽകുകയും ചെയ്തു. സംഗീതശാസ്ത്രത്തിലും കച്ചേരി പദ്ധതിയിലും പാണ്ഡിത്യമുണ്ടായിരുന്ന മോഹനചന്ദ്രന് അപൂർവ രാഗങ്ങളും മേളകർത്താ രാഗങ്ങളും പാടിഫലിപ്പിക്കുന്നതിൽ അപാരമായ കഴിവുണ്ടായിരുന്നു. ഈ കഴിവ് അദ്ദേഹത്തിന് അപൂർവചന്ദ്രൻ എന്ന പേരും നേടിക്കൊടുത്തു.
ശിഷ്യസമ്പത്ത് കൊണ്ട് സമ്പുഷ്ടമായിരുന്നു മോഹനചന്ദ്രന്റെ ജീവിതം. തന്നെ സമീപിക്കുന്ന ഏതൊരു സംഗീത വിദ്യാർത്ഥിക്കും പ്രതിഫലേച്ഛയില്ലാതെ സംഗീതം പകർന്നു നൽകിയ അദ്ദേഹം വലിയൊരു ശിഷ്യസമ്പത്തിന് ഉടമയായിരുന്നു. സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ, ഡോക്ടർ തിരുവനന്തപുരം കെ കൃഷ്ണകുമാർ, പിന്നണി ഗായകൻ കൃഷ്ണചന്ദ്രൻ, ബിന്നി കൃഷ്ണകുമാർ, അടൂർ സുദർശൻ, കെ ആനന്ദവർമ്മ, ഡോക്ടർ ബി അരുന്ധതി, തൃശൂർ സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ശ്രീറാം മോഹൻ, ശ്രീകൃഷ്ണമോഹൻ, കെ വി പി നമ്പൂതിരി, ചന്ദ്രിക ബാലചന്ദ്രൻ എന്നിവർ അദ്ദേഹത്തിന്റെ ശിഷ്യരിൽ ചിലരാണ്. ഗുരുവിനെ ശിഷ്യർ അനുസ്മരിക്കുന്നു. സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ. നമസ്കാരം. എൻ്റെ അച്ഛനും മോഹനചന്ദ്രൻ സാറും സെക്കൻഡ് കസിൻസ് ആയിരുന്നു. അച്ഛൻ ഹരിചേട്ടൻ എന്നാണ് നമ്മൾ വിളിക്കുക മോഹനചന്ദ്രൻ സാറിനെ, ഞാനും എൻ്റെ ചേട്ടനും. അങ്ങനെ ഒരു തവണ ഹരിചേട്ടനെ അച്ഛൻ കാണുമ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു അവനെ പഠിപ്പിക്കണം, അപ്പോൾ പാട്ട് കേൾക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്ന് പാടി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവൻ വരട്ടെ, നെയ്യാറ്റിൻകരയിലേക്ക് വരട്ടെ എന്ന്. അപ്പോൾ പലപ്പോഴും കരമനയിൽ നിന്ന് ബസ് കയറി നെയ്യാറ്റിൻകര TB ജംഗ്ഷനിലെത്തി പിന്നെ നടന്ന് വഴുതൂരേക്ക് പോയി പഠിച്ച് തിരിച്ചു വരുന്ന ഒരു രീതിയായിരുന്നു. പലപ്പോഴും അച്ഛൻ കൂടെ വരും, പലപ്പോഴും എൻ്റെ ചേട്ടൻ്റെ ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഒരു ഗുരുകുലം എന്ന പോലെ തന്നെയാണ് ഹരിചേട്ടൻ്റെ നിന്ന് പഠിച്ചിരുന്നത്. അദ്ദേഹത്തെ പോലെ അഗാധമായ അറിവുള്ള ഒരു സംഗീതജ്ഞൻ വേറെ നമ്മുടെ നാട്ടിന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അത്രയ്ക്ക് അഗാധമാണ്. അദ്ദേഹത്തിന് അറിയാത്ത കൃതികളുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കൃതികളുടെ പാഠാന്തരം അത്രയധികം സുന്ദരമായിരുന്ന ഒരു കാഴ്ചപ്പാടും ഒക്കെ ഞാൻ ഓർക്കുകയാണ്. മരിമരി നിന്നെ എന്ന ത്യാഗരാജ സ്വാമികളുടെ കാമ്പോജിയിലുള്ള കൃതിയിൽ പല്ലവിയിൽ 28 സംഗതികൾ അദ്ദേഹം പഠിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഏറ്റവും അവസാനം അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു വലിയ വേദനയായിട്ട് നിൽക്കുന്നുണ്ട്. എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. എന്നോട് എൻ്റെ പാട്ടിനെക്കുറിച്ച് ഒന്നും പറയില്ലെങ്കിലും മറ്റുള്ളവരെ കാണുമ്പോഴത്തേക്കും അദ്ദേഹം വളരെ എന്നെപ്പറ്റി വാചാലനായിരുന്നതും ഞാൻ ഓർക്കുകയാണ്. അതുപോലുള്ള വളരെ റെയർ രാഗങ്ങൾ, റെയർ കൃതികൾ ഒക്കെ പലതും എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട്. ഗ്രേറ്റ് 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 മ്യൂസീഷ്യൻ, ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ്, എല്ലാവരെയും ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു നല്ല മനുഷ്യൻ. അങ്ങനെ ഒരു ഗുരുനാഥൻ, ആ ഗുരുനാഥൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നമസ്കരിക്കുകയാണ്. ഡോക്ടർ തിരുവനന്തപുരം കെ കൃഷ്ണകുമാർ. ഗുരുനാഥൻ നെയ്യാറ്റിൻകര മോഹനചന്ദ്രൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ നാഡിയായിട്ട് സംഗീതം ഉള്ളിടത്തോളം കാലം അദ്ദേഹവും എന്നിലുണ്ട്. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എനിക്കൊരു ശബ്ദം ഓർമ്മ വരും. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിനെ ഹരി എന്ന് വിളിക്കുന്ന ആ ടോൺ ഇപ്പോഴും എൻ്റെ ചെവിയിൽ കേൾക്കുന്നു. കേരളത്തിൽ ജനിച്ച് പിന്നീട് തമിഴ്നാട്ടിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ ദണ്ഡപാണി ദേശികരുടെ താഴെ അഭ്യസിക്കുകയും അതുപോലെ തന്നെ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ ഗൗരി കുപ്പസ്വാമി മേഡത്തിൽ നിന്ന് അഭ്യസിക്കുകയും ചെയ്തുകൊണ്ട് മലയാളം, തമിഴ്, കന്നഡം, പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് തെലുങ്കും സംസ്കൃതവും പിന്നെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ്, ഇംഗ്ലീഷിലെ വൊക്കാബുലറിയൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനായിരുന്നതുകൊണ്ട് പ്രൈവറ്റായിട്ട് ആർക്കും അദ്ദേഹം സംഗീതം പഠിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതുപോലെ. ട്രിവാൻഡ്രത്ത് കച്ചേരികൾ നടന്നിരുന്ന സമയത്ത് തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കരമനയിലുള്ള വീട്ടിൽ വന്ന് അത്താഴം കഴിച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ അത്താഴ സമയങ്ങളിൽ അദ്ദേഹം സംഗീതത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഞാൻ അമ്പരന്നിരുന്നു. പിന്നീട് മഹാഗുരുവായ ഡോക്ടർ M ബാലമുരളികൃഷ്ണ, പ്രൊഫസർ TR സുബ്രഹ്മണ്യം, TV ഗോപാലകൃഷ്ണൻ ഇവരെല്ലാം അദ്ദേഹത്തോട് എനിക്ക് പാട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കുകയും പിന്നീടാണ് അദ്ദേഹം എന്നെ സംഗീതം പഠിപ്പിച്ചു തുടങ്ങിയത് എൻ്റെ ചെറുപ്രായത്തിൽ. അഭീഷ്ടവരദ ശ്രീ മഹാ ഗണപതേ എന്ന് തുടങ്ങി എത്രയോ വർഷങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് സംഗീതം അഭ്യസിച്ചിരുന്നു. എൻ്റെ ഭാര്യ ബിന്നി കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ ശിഷ്യയാണ്. ഇന്ന് അദ്ദേഹത്തെ ഓർത്ത് നമ്മളെല്ലാവരും സംസാരിക്കുന്നതിൽ ഞാൻ ആകാശവാണിയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. പിന്നണി ഗായകൻ
കൃഷ്ണചന്ദ്രൻ. നെയ്യാറ്റിൻകര മോഹനേന്ദ്രൻ സാറിൻ്റെ കീഴിൽ പാലക്കാട് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ മ്യൂസിക്കിന് പഠിക്കാൻ ചേർന്നപ്പോഴാണ് സംഗീതം പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത്. സാറിൻ്റെ കൂടെയുള്ള നമ്മുടെ അഭ്യസനം എന്ന് പറയുന്നത് വിദ്യാർത്ഥിനികൾക്കെല്ലാം അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. കാരണം സാധാരണ കീർത്തനങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ അപൂർവമായിട്ട് കേട്ടിരുന്ന ചില കീർത്തനങ്ങളൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തരാറുള്ളത്. അങ്ങനെ അദ്ദേഹം പഠിപ്പിച്ച തോടി രാഗത്തിലെ ദീക്ഷിതർ കൃതിയായ രാമചന്ദ്രായ നമസ്തേ എന്നുള്ള കൃതി പാടിയിട്ടാണ് എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ശാസ്ത്രീയ സംഗീതത്തിന് 1ാം സ്ഥാനം ലഭിച്ചത്. BA മ്യൂസിക് കഴിഞ്ഞിട്ട് ഞാൻ MA മ്യൂസിക്കിന് പഠിക്കാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പിൽ പഠിക്കുക എന്നുള്ളൊരു ഐഡിയ പ്രകാരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട DK ജയറാമൻ സാറിൻ്റെ കീഴിൽ പഠിക്കാനായിട്ട് ഞാൻ ചെന്ന് ചേർന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തൊരു കീർത്തനം പാടാൻ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് രാമചന്ദ്രായ നമസ്തയാണ് ഓർമ്മ വന്നത്. അത് ഞാൻ പാടിയപ്പോൾ DK ജെ സാർ അത് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് എന്നോട് ചോദിച്ചത് യാറ് ചൊല്ലിക്കൊടുത്താ. അപ്പോൾ ഞാൻ മോഹനേന്ദ്ര സാറിൻ്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം സാറിനെ പറ്റി വളരെ ഹൈ ആയിട്ടുള്ള ഒപ്പീനിയനാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അറിയാവുന്ന കൃതികളൊക്കെ വളരെ 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 അപൂർവമായ കൃതികളൊക്കെ അറിയാവുന്ന മോഹനേന്ദ്ര സാറിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ല എന്നുള്ള ഒരു സങ്കടം തന്നെയാണ് ഈ ശിഷ്യനെ ഇപ്പോഴും പറയാനുള്ളത്. കെ ആനന്ദവർമ്മ. മോഹനചന്ദ്രൻ സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് BA മ്യൂസിക് ചിറ്റൂർ കോളേജിൽ പഠിക്കാനായിട്ട് ചേരുമ്പോഴാണ്. ഇത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളെ സംഗീതവും അതുപോലെ നമ്മുടെ ക്യാരക്ടർ എങ്ങനെ കൊണ്ടുപോകണം, ഒരു സംഗീതജ്ഞൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ ഡിസിപ്ലിനും സാറ് പറഞ്ഞു തരുമായിരുന്നു. എന്നെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ക്ലാസ്സിൽ എടുക്കാത്ത പാഠങ്ങൾ പോലും എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു തരുമായിരുന്നു, പല രാഗങ്ങളിലുള്ളതും. സാറിൻ്റെ ഈ കീർത്തനങ്ങളിലുള്ള അവഗാഹം എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മുത്തുസ്വാമി ദീക്ഷിതരുടെ ആയാലും ശ്യാമശാസ്ത്രിയുടെ ആയാലും ത്യാഗരാജസ്വാമികളുടെ ആയാലും ഒരുവിധം എല്ലാ കൃതികളും സാറിന് വശമായിരുന്നു. സ്പിരിച്വൽ ഹെറിറ്റേജ് ഓഫ് ത്യാഗരാജ എന്നുള്ള സമ്പൂർണ്ണ ത്യാഗരാജ കൃതികളുടെ ആ പുസ്തകം കയ്യിലെടുത്ത് ഇങ്ങനെ മറിച്ചാൽ ഏത് കീർത്തനം വേണമെങ്കിലും പാടാൻ സാറിന് കഴിയുമായിരുന്നു. അതുപോലെ നല്ല കച്ചേരികളുടെ റെക്കോർഡിങ് ഞങ്ങൾക്ക് ക്ലാസ്സിൽ കേൾപ്പിക്കുമായിരുന്നു ബാലമുരളി സാറിൻ്റെ. അതുപോലെ നൂകല ചിന്ന സത്യനാരായണ, അങ്ങനെ ഒരുപാട് പേരുടെ കൃതികൾ. ഒരു പാടുന്ന രീതി, അതിൻ്റെ വ്യത്യസ്തത, എന്താണ് എൻ്റെ പ്രത്യേകത, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ കൃതികൾ ഒരിക്കൽ സാറ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. അത്ര താല്പര്യത്തോടുകൂടി ഹൃദയസ്ഥമാക്കി തരുന്ന ഒരു രീതിയായിരുന്നു സാറിൻ്റെ. പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് സാറ് ചിന്തിക്കുന്നതും എപ്പോഴും സംഗീതത്തിനെ പറ്റി മാത്രമാണ്. പല കച്ചേരികൾക്കും വയലിൻ വായിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ചിറ്റൂർ വെച്ച് പഠിക്കുന്ന കാലത്തും അതിനുശേഷം ഞാൻ അവിടെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ പീരീഡ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സാറിന് സാഹിത്യത്തിലുള്ള അവഗാഹം, തെലുങ്കും കന്നഡയും അതുപോലെ തമിഴും ഒക്കെ വളരെ നന്നായിട്ട് സാറ് കൈകാര്യം ചെയ്യുമായിരുന്നു. അതിൽ ഒരു പ്രത്യേകത നമുക്ക് കിട്ടിയിട്ടുണ്ട് സാറിൻ്റെ സ്റ്റുഡൻസിന്. പല സ്ഥലങ്ങളിലും കച്ചേരി നടത്തുമ്പോൾ സാറിൻ്റെ കൃതികൾ എടുത്ത് മാത്രം പാടുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. കാരണം അതിൽ ഒരു തെറ്റും സംഭവിക്കില്ല. നല്ല അഭിപ്രായം നേടാനും എനിക്ക് സാധിച്ചു. സാറ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അധ്യാപകനാണ്. സാറിൻ്റെ രീതികൾ, പഠിപ്പിക്കുന്ന രീതികൾ, സ്വഭാവ രൂപീകരണത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ, ഇതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പല കാര്യങ്ങളും സാറിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സംഗീതവും എൻ്റെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയത് സാറ് മൂലമാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ ആത്മാർത്ഥമായ കൂപ്പുകൈ. അടൂർ സുദർശൻ. പ്രൊഫസർ നെയ്യാറ്റിൻകര NK മോഹനേന്ദ്രൻ സാറിൻ്റെ ശിഷ്യനാണ് ഞാൻ. അദ്ദേഹത്തെക്കുറിച്ച് മറക്കാൻ പറ്റാത്ത ധാരാളം ഓർമ്മകൾ മനസ്സിലുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സംഗീത സവിശേഷതയെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും പറയാതിരിക്കവയ്യ. ഒരു പാട്ടുകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വളരെ വലുതായിരുന്നു. എല്ലാവരോടും വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റം, എല്ലാ കാര്യത്തിലും സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തുന്ന, വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു വലിയ സംഗീതജ്ഞൻ. അതുപോലെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള പാണ്ഡിത്യം മറ്റാരോടും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധമായിരുന്നു. ഓരോ കൃതി പഠിപ്പിക്കുമ്പോഴും ആ കൃതിയുടെ സാഹിത്യത്തിൻ്റെ അർത്ഥം, അതിൻ്റെ സന്ദർഭമൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ ലക്ഷണയുക്തമായിട്ടേ സാറ് പാടിയിരുന്നുള്ളൂ, ശാസ്ത്രസംബന്ധമായിട്ടേ പാടിയിരുന്നുള്ളൂ. അതിനപ്പുറം സാറ് പാടാറില്ല. ശക്തമായ അവതരണ രീതിയായിരുന്നു സാറിൻ്റെ. ധാരാളം
കൃതികൾ, അപൂർവമായ ധാരാളം രാഗങ്ങൾ ഒക്കെ സാറിന് മനഃപ്പാഠമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ കച്ചേരിയും വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഒരാൾക്കും അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രമാത്രം ലളിതമായിട്ടുള്ള മാന്യമായിട്ടുള്ള പെരുമാറ്റവും സംഗീതവും മാത്രമായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ ടി കെ രംഗാചാരി, MM ദണ്ഡപാണി ദേശികർ, അങ്ങനെ വലിയ മഹാന്മാരായിരുന്നു. വലിയ സംഗീത പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളാണ്. ഈ ലോകത്ത് പല രാജ്യങ്ങളിലും അദ്ദേഹത്തിന് ശിഷ്യരുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ 1000 പ്രണാമം. സംഗീത ലോകത്തിന് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകി 2005 മെയ് 12 നെയ്യാറ്റിൻകര മോഹനചന്ദ്രൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ఎందరో మహానుభావులు సమాപിക്കുന്നു. രചന ഹരിസുന്ദർ ജി. ആഖ്യാനം VS ഉണ്ണികൃഷ്ണൻ. സംവിധാനം മാവേലിക്കര RV രാജേഷ്. സംവിധാന സഹായം ആര്യലക്ഷ്മി R.